അപ്പോൾ ഒമാൻ എന്ന് പറയുന്നത് നമ്മൾ യു എയിലുള്ളവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഒരു 5 hours ഡ്രൈവിൽ നമുക്ക് മസ്കറ്റിൽ പോകാം. പലരും വീക്കെൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഈദ് ഹോളിഡേസിന് അധികം ലോങ് ട്രിപ്പ് ഒന്നും പോകാൻ വയ്യാത്തവർ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പൊതുവേ ഉള്ള ഒരു മീഡിയ ട്രെൻഡ് ഈ ഇടയ്ക്കായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനിലേക്ക് മോർഗേജ് ഉള്ള വണ്ടികൾ കടത്തി വിടുന്നില്ല, ഇന്ന് ഡേറ്റ് അതിന്റെ ഇടയ്ക്ക് ഇന്ന് ഡേറ്റ് 15 ജൂൺ 2024 അതെ, നമ്മുടെ യു എയില് ഈദ് ഹോളിഡേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റോഡ് ട്രിപ്പ് പോകുന്നത്. നമ്മൾ പോയത് ഹത്ത ബോർഡർ വഴിയാണ്. അപ്പൊ ഇവിടെ ബോർഡറിൽ നമ്മളോട് ചോദിച്ചത് ഓഫ്കോഴ്സ് നമ്മുടെ പാസ്പോർട്ട്, ഒമാനിലേക്കുള്ള വീസ, അല്ലെന്നുണ്ടെങ്കിൽ GCC റെസിഡൻസ് ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് അവർ വീസ സ്റ്റാമ്പ് ചെയ്യും. അങ്ങനെയുണ്ട്. പിന്നെ വണ്ടിയുടെ മുൽക്ക് ചോദിച്ചു. ഓണർ വണ്ടിയിൽ ഉണ്ടാകണം എന്നുണ്ട്. ഡ്രൈവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആള് വണ്ടിയിൽ ഉണ്ടാവണം. അങ്ങനെയുണ്ട്. പിന്നെ അവര് നമ്മുടെ മുൽക്കിയ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓറഞ്ച് കാർഡിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് കൊടുത്തിരുന്നു. NOC ഉണ്ടോ, ടൂറിസം ലൈസൻസ് ഉണ്ടോ, അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് ഒമാനിലേക്ക് കടന്നു. ഏതാ? ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കാം. ചായ ആണോ അത്? And then after lunch we will go to Sudan. Yes. And maybe take a rest, take a nap. You can swim. Yeah, in the evening you can.
ഡേ 1 ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ടീം. എല്ലാവരും അകത്തോട്ട് കയറി പോകുന്നു.